യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ലെബനനിൽ ജോസഫ് മാർ ഗ്രിഗോറിയസ് അല്പസമയത്തിനകം തന്നെ ചുമതല ഏൽക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ് എല്ലാവരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ടെലിവിഷനിലൂടെയും ഒക്കെ ഈ ചടങ്ങ് തത്സമയം വീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ, അതോടൊപ്പം തന്നെ ഫാദർ ജോൺ ജോസഫ്, ഒപ്പം കമാൻഡർ തമ്പു ജോർജ് തുകലൻ എന്നിവർ ആണ് നമ്മളോടൊപ്പം അതിഥികളായി തുടരുകയും ചെയ്യുന്നത്. ഫാദർ ജോൺ ജോസഫ്, ഇവിടെ ദൃശ്യങ്ങളിലടക്കം ഈ ലെബനനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു രീതിയും എത്രത്തോളം സമയമെടുക്കും, ഇനി അവസാന ചടങ്ങ് ആണല്ലോ, എത്രത്തോളം സമയമെടുക്കും, എപ്പോഴേക്ക് 8:30 ചടങ്ങുകൾ ആരംഭിക്കും ഇന്ത്യൻ സമയം എന്നതായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അതിലൊരു അല്പസ്വല്പമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാമല്ലേ? 8:30 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഏതാണ്ട് 1.25 മണിക്കൂറോളം ഉള്ളതായ ശുശ്രൂഷയാണ് ഇത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആ ശുശ്രൂഷ കാണാനുള്ളതായ ഒരുക്കത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രമാത്രം സന്തോഷമാണ്. ചടങ്ങുകൾ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആണ് ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് സഭയെ സംബന്ധിച്ചിടത്തോളം ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ കാർമ്മികത്വത്തിൽ ആണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. വിശുദ്ധ കുർബാന അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ബെന്നി ബെഹനാൻ MP, ഷോൺ ജോർജ് ഉൾപ്പെടെ ഉള്ളവർ പ്രതിനിധി സംഘമായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമുണ്ട്. അതിൽ MLA-മാരായ അനൂപ് ജേക്കബ്, നമുക്ക് ദൃശ്യങ്ങളിൽ അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. ET ടൈസൺ, എൽദോസ് കുന്നപ്പള്ളി, ജോബ് മൈക്കിൾ, PV ശ്രീനിജൻ ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെയാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ആഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് ചേരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ലെബനന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനെ എന്ന് പറയുന്ന പ്രദേശത്തെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ആണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കാം. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും കമാൻഡർ തമ്പു ജോർജ് തുകലിലേക്കാണ് പോകുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കം ആരംഭിക്കുന്നുണ്ട്. തമ്പു ജോർജ് തുകലൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നു, അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് പുതിയ ഭാവിയുടെ സ്ഥാനാരോഹണം എന്നത് സൂചിപ്പിക്കപ്പെട്ട ഒന്നാണ്. അദ്ദേഹം തന്നെ ഈ മാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖങ്ങളിൽ എന്താണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചോദിക്കുമ്പോൾ സമാധാനമാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ സാധ്യതകൾ തുറന്നിടും എന്ന് അദ്ദേഹം പറയുന്നു. സഭയ്ക്കകത്ത് സമാധാനം പുലരണം, രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുലരണം, കുടുംബങ്ങൾക്കിടയിൽ സമാധാനം പുലരണം,